ഇന്ന് ശുണ്ടാപ്പിയുടെ ലൈഫിലെ ആദ്യത്തെ ഉത്സവമാണ്. അപ്പോൾ അതിന് ശുണ്ടാപ്പി എക്സൈറ്റഡ് ആണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ വരവ് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഉത്സവത്തിന്റെ സമയമാകുമ്പോൾ ഭയങ്കര ചെണ്ടന്റെ സൗണ്ടും വെടിക്കെട്ടിന്റെ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അത് കുട്ടികളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്ക് ഞങ്ങളൊരു നോയ്സ് ക്യാൻസലേഷൻ ഇയർമഫ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൗഡ് നോയ്സസ് ഒന്നും ആളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ ഭയങ്കര ചില്ലായിട്ട് കണ്ടിരിക്കാൻ ചുണ്ടുവിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരവിന്റെ ഇടയിൽ ചുണ്ടുവിന്റെ അച്ഛമ്മേനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അച്ഛമ്മ മാത്രമല്ല, നമുക്ക് പരിചയമുള്ള ഒത്തിരി പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒച്ച ഭയങ്കരമായിട്ട് ആളെ ഡിസ്റ്റർബ് ചെയ്യാത്തത് കൊണ്ട് ആൾ നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്ക് കൗതുകം ഉണ്ടാക്കിയത് ഈ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആൾ നന്നായിട്ട് വരവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേത്തെ പ്രോഗ്രാംസ് ഒക്കെ രാത്രിയായിരുന്നു. രാത്രി ഒരു വരവും വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടിൻ്റെ മുൻപിൽ നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. റോഡിലൊക്കെ ഇങ്ങനെ ദീപമൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയം ശുണ്ടാപ്പി നല്ല ഉറക്കമായതുകൊണ്ട് ഞങ്ങൾ ഉണർത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വെടിക്കെട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആൾ ഉണരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശുണ്ടുവിന് ഈ കാഴ്ചകളൊക്കെ മിസ്സായി. ഞങ്ങളിതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.